ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഒരു ബ്രിസ്റ്റോൾ മ്യൂസിയത്തിൽ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത്. ഇതൊരു 3 ഫ്ലോർ ഉണ്ടായിരുന്നു. അതിലെ സെക്കൻഡ് ഫ്ലോറിലാണ് ബേസിക്കലി എല്ലാം അവർ വെച്ചിരിക്കുന്നത്. ഈ മ്യൂസിയം മെയിൻലി ബ്ലാക്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മ്യൂസിയമാണ്. പണ്ട് കാലത്ത് കറമ്പരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ അടിമപ്പണി ചെയ്യിപ്പിച്ചതും, പിന്നെ അവർക്ക് വേണ്ടി പോരാടി അവർക്ക് സർവൈവ് ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവരുണ്ടാക്കിയതിൻ്റെ പറയുന്നതാണ് ബേസിക്കലി കൂടുതലും ഇതിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ വലിയൊരു ഇങ്ങനെ വോൾ ആർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവരേത് രീതിയിൽ അവർക്ക് സപ്പോർട്ട് വേണമെന്നുള്ളതും അവർ സഫർ ചെയ്ത കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഹോൾഡ് ചെയ്ത് അങ്ങനത്തെ ഒരു പിക്ചർ, നല്ലൊരു പിക്ചറാണ്. നമുക്കവിടെ ഇരുന്ന് വായിക്കാനുണ്ട്. അവർ സഫർ ചെയ്തൊക്കെ കാര്യം കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. പണ്ട് ഇതുപോലെ ഒരു ഷിപ്പിനകത്ത് ഇങ്ങനെ അട്ടിയടുക്കി അവർക്ക് അനങ്ങാൻ പോലും വയ്യാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവരെ കൊണ്ട് ചെയ്യിക്കാത്ത ഒരു പണികളും ഇല്ല. പിന്നെ അതായിരുന്നു ആ ഒരു വീഡിയോ. പിന്നെ പണ്ട് കാലത്ത് ഇംഗ്ലീഷുകാർ ബുച്ചർ ഷോപ്പുകൾ, പണ്ട് കടയിലല്ല ഇറച്ചികൾ വിറ്റുകൊണ്ടിരുന്നത്, ഇങ്ങനെ ബുച്ചർ ഷോപ്പുകളിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ പറയുന്നതായിരുന്നു അത്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ത്രൂ ദാറ്റ് മ്യൂസിയത്തിൽ പുറത്തേക്ക് കാണാനുള്ള ഒരു വ്യൂ അവരുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഭയങ്കര അട്രാക്റ്റീവായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾ പോയ ദിവസം നല്ല ചൂടായിരുന്നു. അപ്പം വഴിയിലൊക്കെ നല്ല തിരക്കും ഉണ്ടായിരുന്നു, ആൾക്കാരെല്ലാം. പക്ഷേ ഭയങ്കരമായ ചൂട് കാരണം പുറത്തേക്ക് അങ്ങനെ ആൾക്കാർ നടക്കുന്നുമില്ലായിരുന്നു. കൂടുതലും പേര് ഇൻഡോഴ്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിരുന്നു താല്പര്യപ്പെട്ടുകൊണ്ടിരുന്നത്. കണ്ടോ, അങ്ങനെ ഒരു ചെറിയ ഹോളിൽ കൂടിയാണ് അത്ര ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് പണ്ടത്തെ നമ്മുടെ വെസ്പ, അവിടെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഉണ്ടാക്കിയ ആളും പിന്നെ എന്താ പറയുന്നത് അങ്ങനത്തെയൊക്കെ ഒരു ഇൻഫർമേഷൻ. പിന്നെ പണ്ട് കാലത്തെ കുഞ്ഞുങ്ങളെ അടിമപ്പണി ചെയ്യിപ്പിച്ചിരുന്നതും മുതലാളിത്തത്തിൻ്റെ ഒരു പിക്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്ന പിന്നെ കുറേ നല്ല ഓയിൽ പെയിൻറ്റിങ്സ്. അങ്ങനെ ഇതും സ്റ്റാൻഡ് ഫോർ വാട്ട് വി സ്റ്റാൻഡ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ബേസിക്കലി കൂടുതലും ഇങ്ങനെ ബ്ലാക്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളും, പിന്നെ ബ്രിസ്റ്റോളിലുള്ള ആൾക്കാർക്ക് അവരന്ന് പൊരുതി ഓരോ കാര്യങ്ങളും നേടിയതിനെ പറ്റിയൊക്കെയുള്ള ഒരു മ്യൂസിയമായിരുന്നു അത്. ശരിക്കും പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു, ഒത്തിരി ഇൻഫോർമേറ്റീവായിരുന്നു. പിന്നെ പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പം ഇതുപോലെ അവിടെ ഒരു ക്രെയിൻ, എന്തൊക്കെയോ അവിടെ സംഭവങ്ങൾ, ഈ പഴയ ഇലക്ട്രിക് ഐറ്റംസ്, മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഓരോ സംഭവങ്ങളും ഒക്കെ കാണാമായിരുന്നു. കറക്റ്റായിട്ട് അതെന്താണെന്ന് പോലും ഞങ്ങൾ നോക്കാനുള്ള ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. പക്ഷെ അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും ഫിഷൊക്കെ ആയിട്ട് ആൾക്കാർ വഴിയിലിരിപ്പുണ്ടായിരുന്നു. അന്ന് പ്രത്യേകിച്ച് സമ്മർ ദിവസം ആയതുകൊണ്ട് ആൾക്കാരെല്ലാം പുറത്തിറങ്ങുന്നത് കണ്ടുകൊണ്ട് ഇവർ പുറത്ത് വന്നിരിക്കുന്നതാണ്. ഈ പാലം ക്രോസ് ചെയ്ത് ഞങ്ങൾ അപ്പുറത്തൂടെ വേണമായിരുന്നു ഞങ്ങൾ വണ്ടി ഇട്ടിരുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ആൾക്കാരെല്ലാം ഷെയ്ഡ് തപ്പി ഇന്ന് ഈ ചൂട് കാരണം ഇരിക്കുകയാണ്. എല്ലാവരും ഓരോ വെള്ളമൊക്കെ അടിച്ച് അങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ പോയ വഴിക്കേണ്ട ഒരു പള്ളിയാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്കൂളും ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട് അവിടെ. ഇതെല്ലാം പഴയ നമ്മുടെ ബ്രിട്ടീഷ് കോളനിയിലെ രാജാക്കന്മാരുടെയും അവരുടെയൊക്കെ രാജ്ഞിമാരുടെയൊക്കെ സ്റ്റാച്യൂസ് ഇങ്ങനെ വഴിനീളെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. നല്ല നല്ല പൂക്കളും, സമ്മർ ആയതുകൊണ്ട് എങ്ങനെയും അവർ ബ്യൂട്ടിഫുള്ളാക്കി ഇടാൻ വേണ്ടി നോക്കുന്നതല്ലേ. നല്ലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിൽ കാരണം എല്ലാവരും ഷെയ്ഡ് തപ്പി അവിടെയും ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കയറി പോരാൻ തോന്നുമായിരുന്നു, കാരണം അതുപോലെ ചൂടായിരുന്നു. പോരുന്ന വഴിക്ക് ഇങ്ങനെ നല്ല പൂക്കളിരിക്കുന്ന കണ്ടു. ഞാൻ വിചാരിച്ചു ശരിക്കും അത് ഒറിജിനൽ ഫ്ലവേഴ്സാണ്. പക്ഷേ അടുത്ത് വന്ന് നോക്കിയപ്പോഴല്ലേ മൊത്തം അത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സായിരുന്നു, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ്. പക്ഷേ എന്തായാലും അത് സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ ഭയങ്കര രസം. പിന്നെ അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഒരുപോലത്തെ ബിൽഡിങ്സ്, അത് കാണാൻ നല്ല രസമായിരുന്നു. അതിങ്ങനെ ഒരു സ്റ്റീപ്പായിട്ട് ഇങ്ങനെ പൊക്കത്തിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ഇരിക്കുന്ന പോലെ തോന്നും. നല്ല